ദശകം 13 ശ്ലോകം 8 ചൊല്ലാൻ പോണത്. ഇതിൽ ഹിരണ്യാക്ഷനെ കൊല്ലുന്നതാണ് ഭഗവാൻ. അപ്പം ശ്ലോകം ഒന്ന് വായിക്കാം. മഹാകായ സോയം തവ ചരണപാദ പ്രമഥിതോ ഗളദ്രക്തോ വക്ത്രാദപത ദൃശിഫി ശ്ലാഘിതഹദീഹി തഥാ ത്വമുദ്ദാമ പ്രമദഫരവിദ്യോതിഹൃദയാ മുനീന്ദ്രാ സാന്ദ്രാഫി സ്തുതിഫിരനുവന്നത്വരതനും. കഴിഞ്ഞ ശ്ലോകത്തിൽ ശ്രവണപദമൂലെ ഭഗവാൻ ആ ഹിരണ്യാക്ഷന് നല്ല അടി കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പം ഇതിൽ മഹാകായ ആ വലിയ ശരീരത്തോടു കൂടിയവൻ, ആ വലിയ ശരീരത്തോടു കൂടിയ ആ അസുരൻ, സഹ അയം സ്വയം സഹ അയം ആ അവൻ, തവ ചരണ പാദപ്രമഥിതോ, തവ എന്ന് പറഞ്ഞാൽ നിന്തിരുവടിയുടെ, ചരണം എന്ന് പറഞ്ഞാൽ കാലുകൊണ്ടുള്ള, ചരണപാദ പ്രമഥിതോ കാലുകൊണ്ടുള്ള അടി കൊണ്ട് ചതഞ്ഞരഞ്ഞു, പ്രമഥിതോ പ്രമഥിത നന്നായി ചതഞ്ഞരഞ്ഞു പോയി എന്നാണ്. ഗളദ്രക്ത ഹിരണ്യാക്ഷൻ ചതഞ്ഞറിഞ്ഞിട്ട് വായിൽ നിന്നും രക്തം വായിൽ നിന്ന് രക്തം ഒഴുകിക്കൊണ്ട് മരിച്ചു വീണു എന്നാണ്. ഗളദക്ത്രോ വക്ത്രാദപത ദൃശിഫിഹി ഒഴുകി മരിച്ചു വീണു. ശ്ലാഘിത ഹദിഹി ആ വധത്തെ എല്ലാവരും പ്രശംസിച്ചു എന്നാണ്. എന്നുവെച്ചാൽ അസുര ഭഗവാന്റെ എന്നുവെച്ചാൽ പ്രശംസിച്ചതിന് കാരണം ആ അസുരൻ ഭഗവാന്റെ മുഖം കണ്ടുകൊണ്ട് മരിച്ചു എന്ന് പറയണം. മുഖം കണ്ടുകൊണ്ട് മരിച്ചത് ഭാഗ്യമാണ്. അതുകൊണ്ട് പ്രശംസിച്ചു എന്നതുകൊണ്ടും ആ വധത്തിനെ എല്ലാവരും അഭിനന്ദിച്ചു, എല്ലാ മുനിമാരും സ്തുതിച്ചു. പിന്നെ ഭഗവാൻ ഹിരണ്യാക്ഷനെ കൊന്നതുകൊണ്ടും അവരെല്ലാവരും സ്തുതിച്ചു എന്നാണ് പറയുന്നത്. തഥാ ആ സമയം ത്വം ഉദ്വാമ അങ്ങയെ, ത്വം നിന്തിരുവടിയെ, അങ്ങയെ ഉദ്വാമ വർഷിച്ചു വരുന്ന, പ്രമദ ആ സന്തോഷം, പ്രമദ ആ സന്തോഷം, ഫരവിദ്യോതി ആ സന്തോഷിച്ച വിദ്യോതി ഹൃദയ ആ ഹൃദയത്തോടു കൂടി, മനസ്സു തെളിഞ്ഞ മുനിമാർ എന്നാണ്. ഹൃദയത്തോടു കൂടി ഹൃദയാ മുനീന്ദ്രാഹ മനസ്സ് നിറഞ്ഞ ആ മരണമെല്ലാം, ഹിരണ്യാക്ഷൻ്റെ മരണമെല്ലാം കണ്ടിട്ട് മനസ്സ് നിറഞ്ഞ ആ മുനിമാർ, സാന്ദ്രാഭിഹി അനുവൻ സ്തുതിച്ചു. അർത്ഥവത്തായ പല സ്തോത്രങ്ങളും മുനീന്ദ്ര സാന്ദ്രാഭിഹി അർത്ഥവത്തായ സ്തുതിഭിരനുവന്നൊത്തരതനും സ്തുതികളാലും സ്തോത്രങ്ങൾ ചൊല്ലിക്കൊണ്ടും ആ സ്തുതിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അന്വയമായിട്ടൊന്ന് പറയാം. മഹാകായഃ സഹ അയം തവ ചരണ നിന്തിരുവടിയുടെ ചരണപാദ കാലുകൊണ്ടുള്ള അടി കൊണ്ട് ചതഞ്ഞരഞ്ഞു. ഗളദക്ത്രോ വക്താദപതദൃശിഫിഹി വായിൽ നിന്നും രക്തം ഒഴുകി മരിച്ചു. ശ്ലാഘിത ഹദീഹി ആ വധത്തിന് എല്ലാവരും പ്രശംസിച്ചു. തഥാ ത്വമുദ്ദാമ പ്രമദ ഫര വിദ്യോതി ഹൃദയ തഥാ ആ സമയം, ത്വം നിന്തിരുവടി, മുദ്ദാമ കണക്കില്ലാത്ത അങ്ങേയറ്റത്തെ, പ്രമദഫല വിദ്യോതി ഹൃദയ ആ അർത്ഥവത്തായ സ്തുതികളാൽ ആ മുനീന്ദ്രന്മാരെ സ്തുതിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ മേൽപ്പത്തൂർ പറയുന്നത്.